ഞങ്ങൾ തന്നെ തട്ടേക്കാട് യാത്രയുടെ 3-ാമത്തെ ദിവസമായി ഇന്ന് മലക്കപ്പാറ എന്ന സ്ഥലത്ത് ഒരു ട്രക്കിങ്ങിനായിട്ട് പോവുകയാണ്. ഒരു ഓഫ് റോഡ് ട്രക്കിംഗ്, ജീപ്പിൽ നമുക്ക് പോകാൻ ട്രക്കിംഗ് നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. അടിവാരത്തെ എന്നാൽ ജീപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മലക്കപ്പാറയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. ഞങ്ങൾ നമുക്കിവിടെ കാണാൻ തന്നെ നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഇവിടെ തേയിലത്തോട്ടാണ് പിന്നെ കാണാനുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാട്ടിൽ കൂടെ പോകുന്നതുകൊണ്ട് പ്രകൃതി ഭംഗി മാത്രം ആസ്വദിച്ച് പോകാനേ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ ഈ കാണുന്ന റോഡ് വളരെ ചെറിയ റോഡാണ്. കഷ്ടിച്ച് 2 വണ്ടിക്ക് പോകാം എന്നുള്ളൂ. വളരെ റിസ്ക് എടുത്ത് 2 വണ്ടിക്ക് പോകാം. അതുപോലുള്ള ചെറിയ റോഡാണിത്. ഈ മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലം മാലാഖപ്പാറയാണ്, പിന്നീട് മലക്കപ്പാറ ആയതാണെന്ന് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മലക്കപ്പാറയ്ക്ക് പോകാം. ലൈറ്റ് ഇട്ട് കാണിച്ചല്ലേ അവിടെ അങ്ങോട്ട് ചെന്നാലേ രണ്ടുപേരും കുഴിച്ചാണ്. മാമലക്കണ്ടം ഫോറസ്റ്റ്. അങ്ങോട്ട് പിടിച്ചോളാം. മനുഷ്യവാസമില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാലാഖമാർ വന്നു പോയിരുന്നൊരു സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അത് മാലാഖപ്പാറ എന്ന് അറിയപ്പെട്ടെന്നും പിന്നീട് ഇത് പറഞ്ഞത് മലക്കപ്പാറ ആയെന്നുമാണ് ഇവിടുത്തുകാർ പറഞ്ഞു കേട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. മേലെ കയറി നിന്നിട്ട് മുകളിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ചുറ്റും ഉള്ള സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കയറുന്നത്. മഴയൊന്നും കയറത്തില്ല, നരയില്ലേ. പിള്ളേരൊക്കെ ഓടിക്കയറിപ്പോയി. ഇത് ആനത്താരിയാണ്. ആനപ്പിണ്ടം കിടപ്പുണ്ട്. ആനയെ കണ്ടില്ല. ഞങ്ങൾ ആനപ്പിണ്ടം കണ്ടു. വലിയ പ്രതീക്ഷകൾ വന്നു ആനയെ കാണാതിരിക്കുന്നത്. കണ്ടെങ്കിൽ അറിയാൻ തന്നെ വിവരം. അല്ല, കണ്ടെങ്കിൽ അറിയാം. ഇന്നലെ രാത്രി വന്നപ്പോഴും വഴി പോകും എണ്ണത്തിനെ കണ്ടുമുട്ടായിരുന്നു. രാത്രി ഇവിടൊക്കെ വരാൻ പേടിച്ചു പോയോണ്ട് ഇപ്പൊ തന്നെ അല്ലേ വരും. തിരിച്ചു സമയത്ത് തന്നെ എന്തുവായിരുന്നു ഇവിടെ. ഇതൊക്കെയാണ് ശരിക്കും കാണേണ്ട സ്ഥലങ്ങളില്ലേ. ഇവിടെ നമുക്ക് ശരിക്കും താഴെ മുതൽ മേളി വരെ നമ്മളെ മാമലക്കണ്ടത്ത് ചെല്ലുന്നിടം വരെയും എല്ലാ സ്ഥലങ്ങളും ഇടയ്ക്ക് നിർത്തി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതിൽ പ്രകൃതിയെ അറിഞ്ഞു പോകാനൊക്കെ പറ്റുന്ന ഏരിയയാണ്. പക്ഷെ ഞങ്ങളെല്ലായിടും നിർത്തുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങുന്നില്ല. ഒരു സ്ഥലത്ത് മാത്രം നേരത്തെ കണ്ട ആ വ്യൂ പോയിന്റ് മാത്രമേ ഇറങ്ങൂ. ചെറിയ വ്യൂ പോയിൻ്റാണ്, അവിടെ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഞങ്ങൾ ഇറങ്ങുന്നില്ല. നേരെ മാമലക്കണ്ടത്തിന് വിടുകയാണ്. അതല്ല മറ്റേ മരം മൊത്തം വാങ്ങിപ്പോകും. ആൾക്കാർ ഇറങ്ങിയൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതാ കിടക്കുന്നില്ലേ. അല്ലാതെ ആൾക്കാരിവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല പറ്റിയ സ്ഥലം. നല്ല പാറയുടെ ഒക്കെ മണ്ടയ്ക്ക് ഇരുന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ജംഗിൾ സഫാരി ഇല്ലേ, KSRTCയുടെ ജംഗിൾ സഫാരി. ഒരാളിനെ ഇറക്കി തിരിച്ചു കയറ്റുക. ഒരാളിനെ ഇറക്കിട്ട് തിരിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വണ്ടിക്കകത്തേക്കൊക്കെ ഞങ്ങൾ മൂക്ക് പറ്റിക്കോ. പൊടിയാണ് മൂക്ക് മൊത്തേ.
ഉണ്ടായിരുന്നു എല്ലാവരോട്. അതുകൊണ്ട് ഒരു വണ്ടിയിൽ എല്ലാവർക്കും കൂടെ കയറാൻ പറ്റത്തില്ല. ഒരു 5-6 പേരെ കൂടുതൽ ഒരു വണ്ടിയിൽ അവർ കയറ്റത്തില്ല. അത് വണ്ടി കയറ്റുന്ന ആൾക്കാരുടെ വെയിറ്റൊക്കെ ബാലൻസ് ചെയ്ത് 2 സൈഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുത്തി വളരെ സേഫായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ നല്ല റോഡിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല റോഡിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡ് എത്തിയില്ല. ഇവിടെ നമ്മൾ നെറ്റ്വർക്കൊന്നും ഇല്ലെന്നാൽ പോലെ അത് തന്നെ ക്യാമറയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ വലിയ പ്രയാസമാണ്. ഫോണൊക്കെ വളരെ സൂക്ഷിച്ചാണ് പിടിക്കുന്നത്. ഇവിടെ സൗണ്ടൊക്കെ തന്നെ നമുക്ക് ശരിക്കും റെക്കോർഡ് ചെയ്ത് പോകാനൊക്കുന്നില്ല ഇതിനകത്തിൽ. അതുകൊണ്ട് ഈ സൗണ്ടിന് എൻ്റെ വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഞാനിതൊന്നും ശരിക്കും എഡിറ്റ് ചെയ്ത ഒറിജിനൽ സൗണ്ടിൽ തന്നെ കേൾക്കുന്നുണ്ട്. കേൾക്കുമോ എന്നറിയില്ല. ജീപ്പ് ഇറങ്ങി വരുന്നത് കാണാൻ ഒരാളോട് പേടിച്ച് അയ്യോ നല്ല പേടിച്ചിട്ട് അയ്യോ ഞാനെന്തെന്ന് ആ പാറ കിടങ്ങുന്ന ജീപ്പ് വരുന്ന കേട്ടോ. ഇതിനെക്കൂടെ തിരിച്ച് അങ്ങോട്ട് കയറുന്നു. അതാ പറഞ്ഞ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയാൽ നമുക്ക് എത്ര ഇത് നിങ്ങൾ എറണാകുളമാണോ? ഞങ്ങൾ പല സ്ഥലത്തു നിന്നുള്ളവരാ. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. ബാങ്കിലെ ജീവനക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 മുതൽ തൃശ്ശൂർ വരെയുള്ള ആൾക്കാർ. മഞ്ഞിന്റെ ഷെയ്ഡ് സാറേ മലക്കപ്പാറ മുടീസോ പാൽപ്പാറയൊക്കെ മലയുടെ അപ്പഴാണ്. അവിടുന്ന് തേയിലത്തോട്ടവും വെട്ടവും രാത്രി വണ്ടി പോകണമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇതേ മലയുണ്ട് ലാസ്റ്റ് മല. അതിന്റെ അപ്പുറമാണ് നമ്മുടെ ട്രക്കിംഗ് എന്നൊരു ട്രക്കിംഗ് ആന വരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ പോയിന്റ്. അതെന്നും ഒന്ന് ഞാനിവിടെ ഉണ്ട്. അർച്ചനെ വിളിച്ചിട്ട് എന്റെ കൈയെല്ലാം വേദനിക്കുക. താഴെ വെച്ചെങ്കിലും ചേട്ടൻ ഒരു ശകല സൂചന വന്നിരുന്നെങ്കിൽ. അപ്പോ പണിയെടുത്ത് നമ്മുടെ കയ്യിലിരിപ്പനുസരിച്ച് ഓരോ ഫലങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് ഇപ്പൊ തണുപ്പുണ്ടോ? അതിനകത്ത് ചൂടുണ്ടെങ്കിലും തണുത്ത കാറ്റ് വന്നിട്ടുണ്ടാകും. കാലാവസ്ഥ ചേഞ്ച് ചെയ്തതാണ്. ഇപ്പൊ കൈ ഇങ്ങനെ സാറൊന്ന് പിടിച്ചില്ല. തണുപ്പ് അറിയുന്നുണ്ട് ഇപ്പൊ ഇതിനകത്തില്. നല്ല വെയില് പുറത്തുണ്ടെങ്കിലും മഞ്ഞിന്റെ ഷെയ്ഡായി പോയി മൊത്തം. അല്ലെങ്കിൽ നല്ല വ്യൂ അങ്ങോട്ട്. എറണാകുളം ജില്ല നമ്മുടെ കളമശ്ശേരി ഏരിയ, ആ ഏരിയ എല്ലാം കാണാം. ഫ്ലാറ്റുകളെല്ലാം വ്യക്തമായിട്ട് കാണാം. ഇത് ശരിക്കും എറണാകുളം ജില്ലയാണോ? അതെ അതെ, എറണാകുളം ജില്ല അത് ഇടുക്കിയില്ല. ആ മലയുടെ അപ്പുറം ഇടുക്കിയില്ല. ആ മല മുതൽ ഇടുക്കി ബോർഡറാണത്. ഇഷ്ടപ്പെട്ടോ? ഓഫ്റോഡ് ഇഷ്ടപ്പെട്ടോ? ചില സ്ഥലങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. ആരും പറയാം. ചില സ്ഥലങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. ഒന്നും മിണ്ടുന്നില്ല. ഇഷ്ടപ്പെടാത്തോണ്ടാണോ? അതൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ലയോ? ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ശരിക്കും പ്രാർത്ഥിച്ചേക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് റോഡായോ? റോഡൊന്നും അല്ല, ഇതൊക്കെ ഞങ്ങളങ്ങ് ഉണ്ടാക്കിയ റോഡാ. അന്ന് വായ്പോയ റോഡായതാണ്. അങ്ങനെയും പറയാം. ഇവിടെയൊക്കെ ആന ഒരു സ്ഥലം എന്നൊന്നുമില്ല.
വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അത് കോവലം പോകണം, ഇത് മൂന്നാറും. ഇത് താഴത്തെ തട്ടേ പോയി കാണാം. ഇതിലിറങ്ങിപ്പോ ഒന്നുമില്ല. സൂപ്പർ സ്ഥലം. ഇതിലിറങ്ങിപ്പോക്കോ. താഴെ പോയി ഇവിടെ വരെ വണ്ടി വരുന്നുള്ളൂ. പൊക്കോ, നിങ്ങൾ കേട്ടോ അലൻ, അവർ ഇവിടെ വരെ കൊണ്ട് വണ്ടി കൊണ്ടിറക്കുമെന്ന്. അതില് ആ വഴിയിൽ ഇതേ മരക്കമ്പ് വെക്കണുണ്ടോ, അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് മാറി അങ്ങോട്ട്. അവിടെ ഒരു വരയിട്ടുണ്ട്, ആ വര വിട്ട് പോരട്ടോ. ആ വരയുടെ അപ്പുറം ടൈറ്റാനിക് കളി ആയതുകൊണ്ട് അവിടെ വരയിട്ടേക്കണ. പക്ഷെ തണുപ്പുണ്ടല്ലോ അവിടെ കയറി വരുന്ന സമയത്ത്. മോളെ കയറി എന്തൊക്കെ അതാ മോളെ നിക്കായിരുന്നോ? ആന്നോ? റിമോട്ട് ഏരിയന്ന് വിട്ടു വരുവാണല്ലേ? റിമോട്ട് ഏരിയന്ന് വിട്ടു വരുവാണോന്ന് 2-3 പേര്. മോനെ ബാ. വെയിലായോണ്ട് വീഡിയോക്കകത്ത് പതിയോ എന്തോ. പുള്ളിക്ക് മനസ്സിലാക്കത്തില്ല എന്തേ പറയുന്നോന്ന്. വണ്ടി മാറി പോയി. ഞങ്ങളുടെ വണ്ടിയിലും കയറാം. ഓഫ് റോഡ് ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നല്ലേ? അതാണ് ശരിക്കും നല്ല രസം. അഡ്വഞ്ചർ യാത്ര. ഇത് എത്ര ഹൈറ്റ് എന്നാണ് ഇതിന്? കേരളത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡും മലയും വ്യൂ പോയിന്റ്, ഏറ്റവും വലിയ വ്യൂ പോയിന്റ്. അങ്ങ് ആലപ്പുഴ, എറണാകുളം ഏരിയ, കടലിന്റെ ഏരിയ വരെ കാണാം. മഞ്ഞിന്റെ അയക്കുന്നതായിരിക്കും തെളിയാത്തല്ലേ? മഞ്ഞിന്റെ ഇതുള്ളതുകൊണ്ടായിരിക്കും തെളിഞ്ഞാണ് കാണുന്നത്. നോക്കട്ടെ ഇതിനകത്ത്. പേരൊക്കെ ഉണ്ടായിരുന്നു. പുളിഞ്ചിന്നാണ് അതിന് പറയണത്. പുളിന്നല്ല, പുളിഞ്ചിന്നാണ് അതിന് പറയണത്. പുളിഞ്ചി. ഈ സാധനം മീൻ തിന്നാ അടുത്ത് വയലിട്ട് നോക്കി അതിന്റെ ഒരു ചോന്ന് വേണമെങ്കിൽ നമുക്ക് പറിക്കാന്നുണ്ട്. അന്ന് അവിടെ കുട്ടമ്പഴി ഒന്ന് അന്വേഷിച്ച് നോക്കിയാ ടൈലെന്നാ ഇത് പോണ സംഭവം ഉണ്ടോന്ന്. നാളെ അത് ക്ലീൻ ചെയ്യാൻ പണിക്കാരെ നിർത്തണ്ടായിരുന്നു. ഇനിയിപ്പോ അതിപ്പോ ഏതെങ്കിലും കടയിലുണ്ടോന്നറിയില്ലല്ലോ. ഓക്കെ. റോഡ് നല്ലപോലെ കിട്ടി. റോഡ് നല്ലപോലെ കിട്ടിയെന്ന്. നിഷയുടെ മൊബൈലല്ലേ ഞങ്ങളുടെ ഓഫ് റോഡ് സവാരി ഒന്ന് കണ്ടോളൂ. റോഡിന്റെ ഒരു ചെറിയ ഒടുപ്പാണ് ഇവിടെ കാണുന്നത്.
ഒരു ജീപ്പിന് കഷ്ടിച്ച് പോകാനുള്ള വഴിയേ ഇവിടെ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ക്രോസ് ചെയ്ത് പോകാറുണ്ട്. ഇത് ഓടിക്കുന്നവരൊരു പ്രത്യേക എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് 26 മണിക്കൂർ ഇവിടെ ഓടിയാലും ഒരു പ്രശ്നമില്ല. രാത്രിയിലും പകലും എല്ലാവരും കണ്ണോടത്ത് ആരോട്ടാണല്ലോ എന്നുള്ള നമ്മൾ കാണുന്നില്ല. അതെ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അന്നേരം ഒരു ആശ്വാസം. ഓഫ് റോഡ് അടുത്ത ഒരു ഉപ്പാത്തി കണ്ടോ. ഇവിടെ മഴ സമയത്തൊന്ന് വന്നാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല രസമാണ്. മഴയാണ് ഇവിടുത്തെ സീസൺ എന്നാണ് പറഞ്ഞത്. തെന്നി തെറിച്ച് റോട്ടിലെ വെള്ളമൊക്കെ അങ്ങോട്ട് അടിച്ചു എന്നാണ് ഇത് എങ്ങോട്ടാ പോണേന്ന് നമ്മള് മുകളിലേക്ക് വെള്ളം നമ്മളെ നേരെ വന്നിട്ട് ഫ്രണ്ടിൽ അടിച്ച് തെറിക്കും. ഈ റോഡ് വഴി തന്നെയാണല്ലോ. പിന്നെ അതുപോലെ ആ പാറയുടെ ഭാഗത്തൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതല്ല സാറേ, ഇങ്ങനെയുള്ള യാത്രകളെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്ക് ചെന്നിട്ട് ഇച്ചിരി മോശം വഴികളിലൊന്നും പോകുന്ന ഒരു വഴിയായിട്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എല്ലാവരും പറയാതെ ഇനി നമ്മൾ ചെന്നിട്ട് നമ്മുടെ മെയിൻ റോഡിൽ കട്ടറ കണ്ടെങ്കിൽ നമ്മൾ ഇതിനും വലിയ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയും കൊണ്ടൊക്കെ ടൗണിലേക്കൊക്കെ പോകുമ്പോഴേ ചെറിയ വേറെ വഴികള് മോശമാന്നൊക്കെ പറഞ്ഞ ആളുകൾ കിടന്ന് സമരമായി റോഡിൽ വാഴവെക്കലായി ഞങ്ങൾക്ക് എന്നെ കുഴപ്പമൊന്നും ഡീസന്റ് റോഡല്ലേ ഇതെന്നെ കുഴപ്പം, ഇത് നല്ല വഴിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് പോണേ. ഫീൽഡിലാ ഇത് അത് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞ PDC ആയിരുന്നു. PDC കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഇവിടുന്ന് ഈ കാട്ടിൽ നിന്ന് എങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും വിടാനൊരു മാർഗമില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വണ്ടി ഫീൽഡിലേക്ക് ഉണ്ടായിരുന്നപ്പോ വണ്ടി ഫീൽഡിലേക്ക് നൈസായിട്ടൊക്കെ മാറി. അത്യാവശ്യം ഓട്ടോ ഒക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഈ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ഡ്രൈവിംഗ് അറിയാലോ, കൊച്ചിലെ പോലെ പഠിച്ചു. അപ്പൊ ഞങ്ങളുടെ ഈ മെയിൻ റോഡ് അന്ന് ഓഫ് റോഡാണ്. അപ്പൊ ആ മെയിൻ റോഡിൽ കൂടെയാണ് ഞങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഞാൻ അതിലേക്ക് വന്നു. ഇപ്പൊ 30 വർഷമായി. ഈ വണ്ടി കൊണ്ട് തന്നെ ഭയങ്കരല്ലേ. ഇപ്പൊ നമ്മുടെ കൂടെ വണ്ടി കൊണ്ട് വന്നവനൊക്കെ ഇവന്മാർ രണ്ടും അങ്കമാടി പോവാ. ഞാനൊക്കെ ഇതിന് വണ്ടി കൊണ്ട് നടക്കുമ്പോ അങ്കമാടി പോവാന്മാർ രണ്ടും. ഇതിനും അതെ അവനും ഇപ്പൊ നമ്മുടെ കൂടെ വന്ന വണ്ടി കൊണ്ട് വന്നവനും ഇവനൊക്കെ അതെ. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ബസ്സിലേക്ക് പോയി, ലോറിയിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് KSRC കിട്ടി. പിന്നെ KSRC കൊണ്ട് കുറെ കാലം നടന്നു. എറണാകുളമൊക്കെ എപ്പോഴും വരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അത് ഇട്ടിട്ട് പോകുന്നു. കളഞ്ഞിട്ട് പോകുന്നു. അതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കല്ലേ. അതെ, ഒരു സമാധാനമില്ലായ്മ. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ഇതിലേക്ക് തന്നെ കൂടി. വീട്ടിലെ വൈഫ്, അമ്മ, 3 പിള്ളേർ. അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചു. ഈ റോഡിൽ തന്നെയാണോ താമസം? നമ്മളെ അപ്പൊ ആനക്കട കഴിഞ്ഞ് T റോഡിൽ കയറിയാ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അങ്ങോട്ടൊരു ടാറിങ് എളുപ്പില്ല. അതിലെ ഒരു 1/2 കിലോമീറ്റർ പോയാൽ മതി. അപ്പൊ അതാണ് ശരിക്കും ഓഫ് റോഡൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇടക്ക് വരണം ഇല്ലേ? 3 പിള്ളേരുണ്ട്. 2 പെൺകുട്ടി, 1 ആൺകുട്ടി. അവരൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മൂത്തയാളെ MSc കഴിഞ്ഞ് PSC കോച്ചിങ് ഒക്കെ ആയിട്ട് നടക്കുന്നു. രണ്ടാമത്തെ ആള് BSc കഴിഞ്ഞ് PSC കോച്ചിങ് ആയിട്ട് പോയിരുന്നു. ഇളയാള് 9ല്. മൂത്തയാളെ അഡ്വൈസ് വന്നായിട്ടോ പോലീസിലേക്ക്. റാങ്കിലാ. അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ മെയിൻ ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അതായത് ഹോസ്പിറ്റല്, വിദ്യാഭ്യാസം, സ്വർണം, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കേസുകളുണ്ടല്ലോ. അതെല്ലാം കോതമംഗലം അല്ല അടിമാലി. കോതമംഗലം അല്ല അടിമാലി. ഇത് 2 ടൗണും തുല്യ ദൂരമാണ്, 30 കിലോമീറ്റർ. പക്ഷെ ഹോസ്പിറ്റലിൽ അടിമാലിയിൽ സൗകര്യം കുറവാണ്. കോതമംഗലം തന്നെ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് രാജഗിരിക്കോ കോലഞ്ചേരിക്കോ എങ്ങോട്ടെങ്കിലൊക്കെ മാറാലോ. അതുകൊണ്ട് കോതമംഗലം പോകും.
ഏത് വെള്ളച്ചാട്ടത്തിലേക്കായിരിക്കും നോമലക്കണ്ണ സ്കൂളും. വെള്ളച്ചാട്ടമൊന്നും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട്. മുനിയറ. ഞങ്ങൾ വേണ്ട താഴ്വാരത്ത് മലക്കപ്പാറ പോയിട്ട് ഒരു ചായയെ കുടിച്ചൊന്ന് ഫ്രഷായി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണ് മുനിയറ. അപ്പം നമുക്കിനി ഇവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ ആണ്. ഇവിടെ ഒക്കെ റബ്ബറും എസ്റ്റേറ്റൊക്കെ കണ്ട് മറ്റേ അത്രയും വലിയ ഓഫ് റോഡ് യാത്ര ആയിരിക്കും. സാമാന്യം തിരക്കിട്ടുള്ള ഓഫ് റോഡ് യാത്ര ആണ് ഇതും. നമുക്കിനിയും ബാക്കി ഭാഗങ്ങൾ മുനിയറ ചെന്നിട്ട് കാണാം. നേരിട്ട് ഫോണിൽ വിളിച്ചു വന്ന ഗസ്റ്റില്ല. അങ്ങനെയുള്ള ഓട്ടങ്ങൾ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോവാം. സ്റ്റാൻഡിൽ വന്ന ഓട്ടം ആ ഓർഡറിലെ പോരാ. അപ്പൊ 10-11 വണ്ടിയുണ്ട്. അപ്പൊ ഞാൻ ചെന്നിട്ട് വേണ്ടതായി പോലെ മുമ്പുള്ള വണ്ടികൾ ഓടി ചെയ്യുന്നു. അന്നേരത്തിനൊക്കെ ചിലപ്പോ വൈകുന്നേരമായി പോകുന്നു. അത് അങ്ങനെ ഓടും. 2-3 ഓടുന്നു. ക്രിസ്മസ് നമ്മുടെ പൂജാവധിയൊക്കെ നമുക്ക് ഭയങ്കര തള്ളിക്കാറ്റായിരിക്കും. വഴിയൊക്കെ മൊത്തം ബ്ലോക്ക് ആവും. ആ സമയത്തൊക്കെ പോകും. അവിടെ ഓടും. അല്ലാതെ ഇങ്ങനെ വന്നിട്ടുണ്ടോ ചിലപ്പോൾ പറഞ്ഞത് വീഴുമ്പോൾ നല്ല തിരക്കായിരുന്നു. വീഴുന്ന സമയത്തൊക്കെ വലിയ ഓട്ടമാണ്. അല്ല, ഇത് ചെറുമൃഗങ്ങളില്ല, പ്ലാവോ പന്നി അങ്ങനെയുള്ളതാണ്. ഇവിടെ ആന അങ്ങനെ വലിയ ശല്യമുള്ള ഏരിയ അല്ല. ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുക്കള സൈഡ് എവിടെയാ കിടക്കുന്ന പട്ടി? അപ്പുറത്തൊരു ഇതിനകത്ത് ഇതാണ്. ഇതെന്തിനകത്തുള്ള മുനിയറയാണിത്. ഇതോ? ഈ കാണുന്നത് മുനിയറ. അതിന്റെ ഒരു ചെറിയ സാധനം. നോക്കാം. വീഡിയോ ഇട്ടേക്കാം. മുനിയറയാണെന്ന്. ഇതാണ് മുനിയറ. അവിടെ ഒരു പട്ടി ഉണ്ടെന്ന് പറയുന്നത്. അങ്ങോട്ട് പോകണില്ല. ഉണ്ട്. എന്തുവാ? സമാധി ഇരിക്കാൻ പോയി മുനിയറക്കകത്ത്. ഒരാളെ ഞാൻ സമാധിയായി. അനൂപേ, മുനിയറക്കകത്ത് സമാധിയായി. പാപ്പുവിനോട് പറഞ്ഞാൽ മതി. പാപ്പുവേ, അമ്മ അതിനകത്തായി പോയെന്ന് കേട്ടോ. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ നോക്കി പോയി. ചുറ്റോടി ചുറ്റും. അല്ല, ഞങ്ങൾ ഇവിടെ നിൽക്കണോ കൂടെ വരണോ? ഞങ്ങൾ ഇവിടെ നിൽക്കുമല്ലേ വേണ്ടേ? വാ. ഫ്രണ്ടിൽ പോയി മുനിയറ എടുത്തു. ഫോട്ടോ ഇല്ല, വീഡിയോ എടുത്തു. ഫോട്ടോ എടുത്തില്ല. 90% ഷൂട്ട് ചെയ്തു. ഏതാ നീളത്തെ കണ്ടെന്ന് പറയട്ടെ. അത് തന്നെ. മഴയുള്ള സമയമാണെങ്കിൽ പോലും അവര് പിന്നെ ഈ പടുത അടപ്പിക്കില്ല. ഗ്ലാസൊക്കെ പൊക്കി വെച്ചാൽ അത് അവർക്ക് നനയണം. മഴ നനയണം. മഴക്കാലത്ത് ഒരു വെള്ളം കുറവാണ്. അവര് പറയും മഴ അങ്ങ് പെയ്തോട്ടെ, ഒന്നും അടയ്ക്കണ്ടെന്നോ. വണ്ടിക്ക് അത്ര ഒന്നും ഭയങ്കര അവിടെ പറഞ്ഞു. താഴെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വരത്തില്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് പറയുന്നു? സൂപ്പർ. നഷ്ടമായി പോയേനല്ലേ ഓഫ് റോഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പോയിട്ടില്ല, മലമണ്ടേ കയറിയ പോലെ. അന്ന് അത് കയറിയെന്ന് അതായിരുന്നു ഒരു വലിയ ത്രില്ലായിട്ട്. ഇത് അതിനേക്കാൾ ഭയങ്കരം. ഓഫ് റോഡ് യാത്ര ഇഷ്ടമുള്ളവർക്ക്, ഇങ്ങനെയൊക്കെയുള്ള യാത്ര ഇഷ്ടമുള്ളവർക്ക് ഒരു 1 ഡേ ട്രിപ്പെങ്കിലും അറേഞ്ച് ചെയ്ത് വരെ വന്നിട്ട് പോകണ്ടാണല്ലേ. അതാണ്. അങ്ങോട്ട് നോക്കില്ല, അങ്ങോട്ട് നോക്കിയേ. വെള്ളം കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കയറിയത്. അപ്പൊ ഞാൻ ടിക്കറ്റ് പോവും. ലിയയുടെ പേടിയൊക്കെ മാറിയോ? ലിയ പേടിയൊക്കെ മാറിയോ? പിന്നെ പേടിയല്ല, ഭയമേ ഉള്ളായിരുന്നു.
ലിയോയ്ക്ക് പേടിയില്ല, ചെറിയ ഭയം. കുഴപ്പമൊന്നുമില്ല എന്നില്ലയോ? വെള്ളം കണ്ടപ്പോ ഇറങ്ങാതെ പോന്ന എങ്ങനെയാ? തുണി കാത്തിരോ? അതിലെ കാണാ ലിയ പോകുന്നിടത്തൂടെ പോയാൽ മതി. ചുമ്മാ നടക്കുന്നു. ആ തണുപ്പിനകത്തോട്ട് ഇപ്പൊ കാല് വെക്കാൻ നല്ല സുഖമായിരിക്കും. അവസാനം പിന്നെ അന്നത്തെ അവിടുന്ന് പൊക്കിയെടുക്കാൻ വന്ന പോലെ പിടിച്ച് കയറ്റിയാലും കയറത്തില്ലെന്ന് പറയും. എന്താണ് വെള്ളത്തിൽ ഇറങ്ങാൻ പോകും? അവിടെ കുഴിക്കകത്തങ്ങ് കാലിടല്ലേ. ചെരുപ്പ് കഴുകാൻ വേണ്ടിട്ട് ചെയ്താ. മോളെ പുറത്ത് മാറിപ്പാ, പുറത്ത് മാറിപ്പാ. അവിടെ ആഴം കാണാം, അറിയത്തില്ല. പുറത്ത് ഇങ്ങോട്ട് ഇതിലേക്കൂടെ കയറുക, പാറയെ കൂടെ കയറുക. ഇങ്ങോട്ട് മാറിപ്പാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വെള്ളത്തിൽ ഇതിലേ വാ. അതിനകത്ത് വെള്ളം പാവാടയൊക്കെ നനയും. ഇനി ഇപ്പുറത്തോടെ കയറുക. ആ അങ്ങനെ പോയി. എന്നിട്ട് ഇറങ്ങുന്നില്ലേ? ഇറങ്ങുന്നില്ല. ചുമ്മാ ഇതിനകത്ത് വെറുതെ ചെരുപ്പ് ഊരിട്ട് ചവിട്ട് നിക്കാം. എനിക്കറിയാം. പിന്നെ അത് ഇടുന്നെങ്കിൽ അതിനൊക്കെ വെച്ച് പാടാം. അത് വിളിച്ചിറങ്ങി തോന്നുന്നു. അവർക്കൊക്കെ വിശക്കെന്ന് തോന്നുന്നു. ഇരിക്കുന്ന നല്ല പാട്. എണീക്കണ്ടേ? ആ പായല് തെങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോ ഇരുന്നിരുന്നേക്കാൻ പാടാന്നുള്ളതൊക്കെ അങ്ങ് മറന്നുപോയില്ലോ. പിടിക്കണോ? തന്നെ അവിടെ വല്ല പിടിച്ച് ലഭിക്കണം. ഇല്ല, വെള്ളത്തിൽ കാലം വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം. ആ റെഡി. പേടിയൊക്കെ മാറിയാ? പേടിയൊക്കെ മാറിയാ? ഇപ്പോഴത്തെ യാത്ര ചെയ്ത് എങ്ങനെയായിരുന്നു? സൂപ്പർ യാത്രയായിരുന്നു. ഇനി വരണം തോന്നുന്നുണ്ടോ? ആ ഉണ്ടല്ലയോ. ഞങ്ങൾ വേണ്ട ഓഫ് റോഡ് മലക്കപ്പാറ ഓഫ് റോഡ് യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. വളരെ ആസ്വദിച്ചൊരു യാത്രയായിരുന്നു. നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണിത്.
യാത്രയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് അന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ആൾക്കാരെല്ലാം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. പലർക്കും നാളെ ജോലിക്ക് പ്രവേശിക്കേണ്ടതുകൊണ്ടും ഞങ്ങളുടെ വീക്കെൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് താഴെ ചെന്നിട്ട് ഞങ്ങൾക്ക് റൂമൊക്കെ ഫുഡൊക്കെ കഴിച്ച് റൂമൊക്കെ തിരിച്ചു പോകണം. ഇനി അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ടേക്കുക. ഞങ്ങളും അവിടെയൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കാം. അതുപോലെ പലർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ മറക്കാതിരിക്കുക. ഏതെങ്കിലും ഇതിന് പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാതിടുക. അപ്പം ഇനിയും പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിനുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.